വീട് ചോദിക്കാനെന്ന വ്യാജേന സ്കൂട്ടറിൽ അരികിലെത്തിയ ശേഷം വയോധികയുടെ കഴുത്തിലെ മാല കട്ടർ ഉപയോഗിച്ച് മുറിച്ചെടുക്കുകയും തടയാൻ ശ്രമിച്ചപ്പോൾ വസ്ത്രം വലിച്ചു കീറി അപമാനിക്കുകയും ചെയ്ത മോഷ്ടാക്കളിൽ ഒരാളെ കോയിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൊല്ലം പട്ടാഴി പന്തപ്ലാവ് ശംഭുഭവനത്തിൽ ആദർശ് രവീന്ദ്രനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 5-ന് വൈകിട്ട് 7:30-യോടെ 63-കാരിയായ വീട്ടമ്മ ഭർത്താവിന്റെ കുടുംബ വീട്ടിൽ നിന്നും പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇയാളും കൂട്ടുപ്രതിയും സ്കൂട്ടറിലെത്തിയത്. സ്ഥലത്തെ ഒരു വീട് അന്വേഷിക്കാനെന്ന വ്യാജേന ഇവരെ സമീപിച്ച പ്രതികളിൽ സ്കൂട്ടറിന് പിന്നിലിരുന്ന് യാത്ര ചെയ്തയാളാണ് ആക്രമിച്ചത്. 1-ാം പ്രതി ആദർശാണ് സ്കൂട്ടർ ഓടിച്ചത്. പിന്നിലിരുന്ന് യാത്ര ചെയ്ത 2-ാം പ്രതി കയ്യിൽ കരുതിയ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ അടുത്ത് ചെന്ന് കഴുത്തിൽ കിടന്ന 16 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമാല മുറിച്ചെടുത്തു. കവർച്ച തടയാൻ ശ്രമിച്ച വയോധികയുടെ ബ്ലൗസ് ഇയാൾ വലിച്ചു കീറി അപമാനിക്കുകയും ചെയ്തു. മാലയ്ക്ക് ഏകദേശം 1,70,000 രൂപ വില വരും. ഇടപ്പാവൂർ ക്ഷേത്രത്തിന് സമീപമുള്ള ഇടവഴിയിൽ കൂടി നടന്നുപോയ ഇടപ്പാവൂർ സ്വദേശിനിയുടെ സ്വർണ്ണമാലയാണ് സ്കൂട്ടറിലെത്തിയ മോഷ്ടാക്കൾ കവർന്നെടുത്തത്. ആദർശിനെ വയോധികയുടെ മകൻ സന്ദീപ് ഓടിച്ചിട്ട് പിടികൂടുകയും ചെയ്തു. എന്നാൽ കൂടെ ഉണ്ടായിരുന്നയാൾ രക്ഷപ്പെടുകയും ചെയ്തു. കോയിപ്പുറം പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി ആദർശിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇയാളെ കോടതിയിൽ ഹാജരാക്കി 2-ാം പ്രതിക്കായുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള മോഷ്ടാക്കളുടെ എണ്ണം ഇനിയും ക്രമാതീതമായി ഉയരാനുള്ള സാധ്യത ഉണ്ടെന്ന് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന തട്ടിപ്പുകളും മോഷണ ശ്രമങ്ങളും ഇപ്പോൾ പ്രായമായ സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. കേരളത്തിൽ ഓൺലൈൻ തട്ടിപ്പുകളും വ്യാജമായി നടക്കുന്ന പല രീതിയിലുള്ള അറസ്റ്റ് രേഖകളും ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ ഇത്തരത്തിലുള്ള വർദ്ധിച്ചു വരുന്ന തട്ടിപ്പുകൾക്കെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്. ഇതിനായി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയുമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ വളരെയധികം വല വീശി പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളവർ കൂടുതലധികം സൂക്ഷിക്കേണ്ടതാണ്. സ്വർണ്ണാഭരണങ്ങളും അതുപോലെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളുമായി പുറത്തിറങ്ങുമ്പോൾ തട്ടിപ്പുകാരും മോഷ്ടാക്കളും നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ളത് വ്യക്തമാക്കുക. അതും ചെറുപ്രായമുള്ള കൊച്ചുകുട്ടികളടക്കമുള്ള നിരവധി മോഷ്ടാക്കളാണ് ഇന്ന് കേരളത്തിലുള്ളത്. വർദ്ധിച്ചു വരുന്ന മോഷണത്തിന് തക്കതായിട്ടുള്ള ശിക്ഷ ഇനിയും ലഭിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോഷ്ടാക്കളുടെ എണ്ണം ക്രമാതീതമായി തന്നെ കേരളത്തിൽ ഉയരും എന്നുള്ളതും തീർച്ചയാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മോഷ്ടാക്കളുടെ എണ്ണം തീർച്ചയായും അപകടം നിറഞ്ഞതാണ്. ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന മോഷ്ടാക്കളുടെ എണ്ണം കാരണം ഇപ്പോൾ രാത്രികളിൽ സ്വസ്ഥമായി കിടക്കാൻ പോലും സാധിക്കില്ല. പോലീസ് നൈറ്റ് പെട്രോളിംഗ് അടക്കം ശക്തമായി തന്നെ സ്വീകരിച്ചില്ലെങ്കിൽ മോഷ്ടാക്കളുടെ എണ്ണം ക്രമാതീതമായി ഉയരും. പ്രായമായവരുടെ സുരക്ഷയ്ക്ക് ഇത് ഭീഷണിയാകും. ഇപ്പോൾ 63 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ബ്ലൗസ് വലിച്ചു കീറി മോഷണം നടത്തുന്ന പ്രതികളെ എത്രത്തോളം നീചമായി തന്നെ ഇവർ ഇനി മോഷണം നടത്തുമെന്നുള്ളതും വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായമായവരുടെ സുരക്ഷ മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള വർദ്ധിച്ചു വരുന്ന മോഷണ ശ്രമങ്ങൾ കേരളത്തിൽ കാണും എന്നുള്ളതും തീർച്ചയാണ്.